ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൈപ്പയ്ക്ക യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ടിപ്പല്ല, ഒരു 3-4 ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൈപ്പയ്ക്കൊക്കെ അധികം കറി വയ്ക്കാനും തോരൻ ഉണ്ടാക്കാനും ഫ്രൈ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിന് തന്നെയാണ് അത് ഉപയോഗിക്കേണ്ടത്. എങ്കിലും അതിൻ്റെ ഈ ഒരു മേലെയുള്ള പുറന്തോട് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസിലൊക്കെ പിഗ്മെൻറ്റേഷൻ വരുന്നതും അതുപോലെ പല്ലിലുള്ള മഞ്ഞക്കറ പോവാനും അതുപോലെ പല്ലൊക്കെ നല്ല വേദനയുള്ള സമയത്ത് നമുക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പല്ലുവേദന മാറ്റാനും ഒക്കെ ഈ ഒരു കൈപ്പയ്ക്കയുടെ ഈ ഒരു പുറന്തോട് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറയാം. ആദ്യം നമ്മൾ ഈ ഒരു കൈപ്പയ്ക്ക നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് അധികം മരുന്നൊക്കെ അടിച്ചിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നില്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിലോ അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിലോ നമ്മൾ ഇട്ടിട്ട് ഇത് കുറച്ച് സമയം പറ്റുകയാണെങ്കിൽ 1 മണിക്കൂർ നേരമൊക്കെ നമ്മൾ ആ വെള്ളത്തിലിട്ട് പിന്നെ ഒരു 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ കൈപ്പയ്ക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു 2 മണിക്കൂർ നേരമൊക്കെ നമുക്ക് ഒന്നില്ലെങ്കിൽ വിനാഗിരി വെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെയുള്ള ഭാഗം മാത്രം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചീകിയെടുക്കുക. അതിൻ്റെ ആ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ അത് വേണ്ട, അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇത് മാത്രം നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയൊരു കൈപ്പയ്ക്കയുടെ മുഴുവനായി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതിലുള്ള നീര് നമുക്ക് കിട്ടും. അതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു അല്പം പോലും നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മളിതിൻ്റെ നീരെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിതിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ മിക്സിയിലിട്ട് അടിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ വേണം. ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു 2-3 ടീസ്പൂണോളം തന്നെ നമുക്ക് ഇതിൻ്റെ നീര് കിട്ടും. അത്രയും നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. നീരെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ചണ്ടി ഭാഗം ഉണ്ടല്ലോ നമ്മൾ കളയാതെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിന്ന് ഒരു 2 ടീസ്പൂൺ അളവിൽ, ഈ ഒരു സ്പൂണിൽ 2 ടീസ്പൂൺ അളവിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അതിൻ്റെ നീരൊഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മളിത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ നമ്മൾ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇന്ദുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും അത്രയും കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഓയിൽ, അതായത് വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ടൂത്ത് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു മിക്സ് എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ടൂത്ത് പേസ്റ്റ് ഏതാണോ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് അതെടുത്താൽ മതിയാവും. അത് ഇതുപോലെ കുറച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് യൂസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു 4 പേർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു പ്രാവശ്യം നമുക്കിത് പല്ല് തേക്കാനായിട്ട് ആണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. പല്ലിൽ നല്ല മഞ്ഞക്കറ വന്നിട്ട് ഇപ്പോൾ വെറ്റില മുറുക്കുന്നവരാണെങ്കിലൊക്കെ പല്ലിലൊക്കെ നല്ല കറയുണ്ടാവും. ചായ ഒക്കെ കുടിക്കുമ്പോഴൊക്കെ പല്ലിൽ കറ വരില്ലേ, ആ കറ പോവാൻ ഇത് വളരെ നല്ലതാണ് കേട്ടോ. ചിലവരുടെ മഞ്ഞ പല്ലായിരിക്കും, അതൊക്കെ നല്ല പോലെ തന്നെ വെള്ള കളറായിട്ട് നമുക്ക് കിട്ടാനായിട്ട് പൊതുവേ നമ്മൾ ഈ ഒരു ഓയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വായിലിട്ടിട്ട് കൊൽക്കുഴിയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല കളർ വരാനായിട്ട് അതിനേക്കാളൊക്കെ നമ്മളിതെല്ലാം കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ പല്ല് തേക്കുന്ന ബ്രഷിലേക്ക് ഇത് കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പല്ല് തേക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിന് നല്ല പോലെ തന്നെ നല്ല കളർ വരാനും കുറച്ച് സമയം വായിൽ വെച്ച് നമ്മൾ നന്നായി കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പല്ല് ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വായിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ല് പോവാനും പല്ല് നല്ല പോലെ തന്നെ കളർ വരാനും കറകൾ പോവാനും ഒക്കെ നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പല്ല് തേച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ല് നല്ല പോലെ തന്നെ ക്ലീൻ ആയിരിക്കാനും നമുക്ക് ഹെൽപ്പാക്കും. പിന്നെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഈ ഒരു ഈ വെള്ളത്തിലേക്ക് നമ്മുടെ കയ്യിൽ കോട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ടൺ മുക്കിയിട്ട് ചില സമയത്ത് നമുക്ക് പല്ല് വേദനയൊക്കെ അനുഭവപ്പെടുമല്ലോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് ഈ ഒരു കൈപ്പയ്ക്കയുടെ നീരിൽ ഇതെല്ലാം മിശ്രിതവും കൂടെ ആക്കിയതിന് ശേഷം ഇതുപോലെ കോട്ടണിൽ മുക്കിയിട്ട് ആ കോട്ടൺ പല്ല് വേദന വരുന്ന ആ പല്ലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് കടിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് സമയം അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ല് വേദന നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ.
നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കടുത്ത വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മാറിക്കിട്ടും. ഇതുപോലെ ഇങ്ങനെ ആ ഒരു നനവ് പോകുന്ന സമയത്ത് പിന്നെയും കുറച്ചും കൂടെ അങ്ങനെ നനച്ചിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ കടിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ല് വേദനയുടെയും അതുപോലെ മോണയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ വിചാരിക്കും മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് പല്ലിൽ തേക്കാൻ പറ്റുമെന്ന്. പക്ഷേ ആ ഒരു മഞ്ഞ കറയൊന്നും വരില്ല. നമ്മുടെ പല്ലിലുള്ള കറകളെല്ലാം പോയിട്ട് നല്ല ബ്രൈറ്റ് ആവാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും. ഇതുപോലെ നല്ല ബ്രൈറ്റായിട്ട് തന്നെ നമുക്ക് പല്ല് കിട്ടും കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ നീരെടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കൈപ്പക്കയുടെ ചണ്ടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ഗ്രാമ്പു, ഒരു 5-6 ഗ്രാമ്പു ഇട്ട് കൊടുത്തു, കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് ചെറുനാരങ്ങ, നമ്മൾ നേരത്തെ പിഴിഞ്ഞ ആ ഒരു ചെറുനാരങ്ങ ഉണ്ടല്ലോ ആ തോടോടുകൂടി തന്നെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കപ്പിൽ നമ്മൾ 1.5 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ച് നമ്മളിതിനൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ചൂടാക്കുകയല്ല, നല്ല തിളച്ച ശേഷം കുറച്ച് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി നമ്മളിതിനൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു 1.5 കപ്പ് എന്നുള്ളത് 1 കപ്പാക്കളും മാറ്റുന്ന രീതിയിലാക്കിയിട്ട് അത് നല്ലോണം ചൂടാറാനായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അരിച്ച് നമ്മളൊരു കുപ്പിയിലാക്കി വെക്കണമെങ്കിൽ അങ്ങനെ ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ വായ് കൊൽക്കുഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായ് എപ്പോഴും തന്നെ നല്ലൊരു നമുക്ക് വായ്നാറ്റമൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ദിവസം 2-3 വട്ടമൊക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമ്മൾ കൊൽക്കുഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം, വായ്നാറ്റം എന്നുള്ള ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നീരുണ്ടല്ലോ, കൈപ്പക്കയുടെ നീര്, അതിന് നമ്മൾ ഇതുപോലെ 2 ടീസ്പൂണും കൂടെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആലുവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഹിമാലയയുടെ ആലുവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഈ ഒരു ഹിമാലയയുടെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വളരെ നല്ല ഒരു അലോവേര ജെല്ലാണ്, നല്ല ക്വാളിറ്റി ഉള്ളത് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് രാത്രി ഫേസ് സെറമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സർക്കിൾ വന്നിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല പോലെ തന്നെ നമുക്ക് അതിന് ഒരു റിലീഫ് കിട്ടും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം തേക്കണം. അപ്പോൾ നമ്മൾ ഇത് രാത്രി കിടക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. രാവിലെ ആകുമ്പോൾ നമുക്കതൊന്ന് കഴുകി കളയാവുന്നതാണ്. പക്ഷേ ഇതിന് മുമ്പ് നമ്മളൊരു ഫേസ് പാക്കും കൂടി നമ്മൾ ഇടണം കേട്ടോ. അതിനായിട്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു കൈപ്പക്കയുടെ ആ ഒരു നീരുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ നീരും പിന്നെ നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അരിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കടലമാവ് ചേർക്കണമെങ്കിൽ കടലമാവ് ചേർക്കാവുന്നതാണ്. അരിപ്പൊടി പൊതുവേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നസ് ആവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് നീരെടുത്തിട്ടുള്ള ആ ഒരു കൈപ്പക്കയുടെ ചണ്ടി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമ്മളിതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതിനെ മാത്രം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ആദ്യം നല്ല പോലെ തന്നെ വാഷ് ചെയ്തതിന് ശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ ഇത് നല്ല പോലെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു കൈപ്പക്കയുടെ ആ ഒരു തോടൊക്കെ നമ്മൾ പിഴിഞ്ഞ ചണ്ടി അതിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒരു സ്ക്രബ്ബറിൻ്റെ ഇതുപോലെ നമുക്കത് കഴുകി കളയാവുന്നതാണ്. നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയാം. കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ജെല്ല്, ആലോവേര ജെല്ലിൻ്റെ കൂടെ ഈ നീര് മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ കുറച്ച് കഴുത്തിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമലി കിടക്കുക, രാവിലെ എണീച്ചിട്ട് നമ്മൾ ഫേസ് നന്നായി ഒന്ന് കഴുകുക. ഇങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നവർക്ക് ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൈപ്പയ്ക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ വേസ്റ്റായി, ഒരു കൈപ്പയ്ക്ക് ഫുള്ളായി വേസ്റ്റായി പോകുന്നില്ല, അതിൻ്റെ ഒരു കൈപ്പയ്ക്ക് മാത്രം മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് അതിൻ്റെ പുറന്തോടെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മധുരപലഹാരമോ എന്തെങ്കിലും ഒരു പൊട്ട് താഴെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നല്ലപോലെ തന്നെ ഉറുമ്പ് വന്നിട്ട് ഉറുമ്പ് ശല്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്മണ രേഖയൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ഒരു പേടിയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലൊരു പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ, അത് ഏതായാലും കുഴപ്പമില്ല, അതും കുറച്ചിട്ടിട്ട് ഒരു കർപ്പൂരം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പൊടിഞ്ഞ് കിട്ടും. ആ പൊടിയും കൂടെ ചേർത്തിട്ട്, ഇപ്പം ഞാൻ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്കതൊരു ഭാഗത്ത് സൂക്ഷിക്കുകയും ചെയ്യാം.
ഇത് കണ്ടോ മിഠായിൻ്റെ കടലാസിൽ ഇഷ്ടംപോലെ കറുത്തുറുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൊല്ലാതെ തന്നെ തുരത്താനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഇതൊരു പൊട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ അവിടെ ആ ഭാഗത്ത് ഉറുമ്പിനെ ഒന്നിനും തന്നെ നമുക്ക് കാണില്ല കേട്ടോ. കണ്ടോ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ മഞ്ഞൾപ്പൊടിയും പൗഡറും ഇട്ടാൽ തന്നെ മതി. അതിലൂടെ നമ്മൾ കർപ്പൂരം കൂടെ മിക്സ് ആക്കിയിരിക്കുന്നത് കൊണ്ട് ആ ഭാഗത്തൊന്നും നമുക്ക് ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സോ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചുറ്റും ഈ ഒരു പൗഡർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഉറുമ്പ് ശല്യം എന്നേക്കുമായിട്ട് നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത് കണ്ടില്ലേ, ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്നതാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഉറുമ്പെല്ലാം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്മണ രേഖ പോലെയുള്ളതൊക്കെ ഉപയോഗിക്കാതെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.